എന്നാ അത് അവൻ തന്നെയാ അച്ചൂട്ടി. അവന്റെ ഭരണമല്ലേ ഇവിടെ നടക്കുന്നത്. നേരെ മുൻവശത്ത് അവൻ താമസിക്കുന്നു. ആ മോക്ക് താമസിക്കാൻ ഞാൻ വേറെ എവിടെയെങ്കിലും ഒരു സ്ഥലം ശരിയാക്കി തരാം. ശാന്തേച്ചുള്ളപ്പോ ഞാൻ ഇതിനെ പേടിക്കുന്നത്. അല്ല ചേച്ചി എന്നെ ഇവിടുന്ന് ഒഴിവാക്കാൻ നോക്ക. അയ്യോ അങ്ങനെയൊന്നും അല്ല മോളെ. ഇവിടെ താമസിച്ചിരുന്ന പേയിങ് ഗസ്റ്റുകളെയൊക്കെ അച്ചൂട്ടി വരുന്നു അറിഞ്ഞപ്പോ തന്നെ ഞാൻ പറഞ്ഞയച്ചതാ. എന്നാലേ അങ്ങനെ പേടിച്ചു പോകാനല്ല ഞാൻ വന്നത്. ഞാൻ പറയണതൊക്കെ പറഞ്ഞു. ഇനി മോളുടെ ഇഷ്ടം. ശാന്തേച്ചി എന്തെങ്കിലും വായിക്കണോ? നമ്മൾ സ്റ്റോറി പോവാ. ഒന്നും വേണ്ട സൈനബ. ഇതാരപ്പാ പുതിയ നഴ്സാ? അല്ല ഇതെന്റെ മോളാ സിന്ധു. ഇങ്ങനൊരു മോളുള്ള കാര്യം നിങ്ങൾ ഇതുവരെ പറഞ്ഞില്ലല്ലോ. എന്റെ മോളെ പോലെയാന്ന് കുട്ടിക്കോ? സിന്ധുവിന്റെ അച്ഛനോട് എനിക്ക് തീർത്താ തീരാത്ത കടപ്പാടുള്ളതാ. നാട്ടില് സർക്കാർ ആശുപത്രിയിൽ എനിക്ക് ജോലി വാങ്ങിച്ചു തന്നത് സിന്ധുവിന്റെ അച്ഛനാ. അല്ല ഇങ്ങക്ക് എന്താ പണി? പത്രത്തിൽ എഴുതുന്ന ജോലിയാ. അതെയോ? എന്നാ ഞമ്മളെ പറ്റി എന്തെങ്കിലും എഴുതിക്കോളി, പത്രത്തിൽ വരുമല്ലോ. നമ്മൾ പോട്ടെ. സ്റ്റോറി പോയി വന്നിട്ട് പിടിപ്പത് പണിയുണ്ട്. പിന്നെ കാണാട്ടോ. ചായക്കടക്കാരൻ ഹസനിക്കയുടെ മോളാ സൈനഭ. പാവം കുട്ടിയാ. ആ മോള് യാത്ര ചെയ്ത് വന്നതല്ലേ, ക്ഷീണം കാണും. ആ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റ്. അപ്പോഴത്തേക്ക് ഞാൻ കാപ്പി എടുക്കാം. നിർത്ത് അന്വേഷിച്ചിട്ട് അറിയാമോ? എത്ര പ്രാവശ്യം തന്നെ വീട്ടിൽ പോയി അറിയാമോ? അച്ചോട്ടെ, നമ്മുടെ സ്ഥാനാർത്ഥി വർഗീസ് തിരുവമ്പാടിയെ മറക്കരുത്. അങ്ങനെ ജയിച്ചാൽ മന്ത്രിയാ, വെറും മന്ത്രിയല്ലേ. നമ്മുടെ ചിഹ്നം കോഴി ചിഹ്നം. ഇന്ന് വർഗീസ് തിരുവമ്പാടിക്ക് സ്വീകരണം കൊടുക്കുന്ന ദിവസമായിട്ടോ. നമ്മുടെ ചിഹ്നം മറക്കരുത്, കോഴി ചിഹ്നം. വിട്ടോ. സേതുരാമ മുതലാളി കാണുന്നു പറഞ്ഞു. എന്താ കാര്യം? കാര്യം എന്താണെന്നറിയില്ല. കൂടെ കൊണ്ടുവരാനാ പറഞ്ഞത്. അതാകുമ്പോഴേക്ക് ഞാൻ വന്നേക്കാം. കയ്യോടെ കൂട്ടിക്കൊണ്ടുവരാനാ എന്നോട് പറഞ്ഞത്. ഉസ്താദ് പറഞ്ഞിട്ടില്ലേ വന്നോളും പോയിക്കോ. ഓ അങ്ങനെ ആയിക്കോട്ടെ. നമ്മൾ ഇവിടെ ചൊറിയും കുത്തിരിക്കും. എന്തിന് എത്ര വെയിറ്റിട്ടത്? ആ കാറി കയറി അങ്ങ് തന്നെ പോയാ പോരായിരുന്നു. എടാ, മുതലാളിമാര് വിളിച്ച ഉടനെ ഓടിച്ചെന്ന ഒരു വില ഉണ്ടാവില്ല. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ജീവൻ പണയം വെച്ചോണ്ടുള്ള കളിയാ. അവര് തരുന്ന നക്കാപ്പിച്ച് മാറ്റിട്ട് തിരിച്ചു വരരുതിട്ടോ. ആർക്ക് കൊടുക്കാനാടാ നമുക്ക് കാശ്? എനിക്കും നിനക്കും ജീവിക്കാനുള്ള കിട്ടിയാ പോരെ? തിരുവമ്പാടി സാറിന് മൃഗീയമായ ഭൂരിപക്ഷം കിട്ടുമെന്നാ തെരഞ്ഞെടുപ്പ് നിരീക്ഷകരുടെ പ്രവചനം. ഇതൊന്നും എന്റെ കഴിവുകൊണ്ടല്ല, എല്ലാം ഈ ഇരിക്കുന്ന വലിയ മനസ്സിന്റെ കാരുണ്യം കൊണ്ടാ. എന്നെ പാർട്ടിയിൽ നിന്ന് കരിവേപ്പല പോലെ പുറത്തെറിഞ്ഞപ്പോ ഞാൻ അഭയം പ്രാപിച്ചത് ഈ തൃപ്പാദങ്ങളിലല്ലേ. തിരുവമ്പാടി സാർ മന്ത്രിയായിട്ട് വേണം എനിക്ക് കുറെ അഴിമതികളൊക്കെ നടത്താൻ. തിരുവമ്പാടി സാർ മന്ത്രി ആവണമെന്നുണ്ടോ? അല്ലാതെ തന്നെ പല രീതിയിലുള്ള അഴിമതികൾ നടത്തുന്നുണ്ടല്ലോ. പിന്നെ സേതു സാറേ, എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഒരു ഹെൽത്ത് ക്ലബ്ബ് തുടങ്ങിയാലോ എന്ന് ആലോചിക്കുകയാണ് ഞാൻ. ലേഡീസിനും ജെന്റ്സിനും ഒരേ സമയത്ത് ബോഡി ഷേപ്പ് ചെയ്യാനുള്ള എ വെൽ സൊഫിസ്റ്റിക്കേറ്റഡ് ക്ലബ്ബ്. ദേവയാനിയുടെ ആരോഗ്യപരമായ നീക്കം എന്തുകൊണ്ടും സ്വാഗതാർഹമാണ്. ബോഡി ഷേപ്പ് ചെയ്യണമെന്ന് തോന്നുമ്പോ ശങ്കയില്ലാണ്ട് കേറിച്ചല്ലോ. മോസ്റ്റ് വെൽക്കം. പക്ഷേ ഇതിനെല്ലാം സേതു സാറ് കനിഞ്ഞല്ലേ പറ്റൂ. ഇന്നുവരെ ദേവയാനി പറഞ്ഞത് എന്തെങ്കിലും ഞാൻ നടത്തി തരാതിരുന്നിട്ടുണ്ടോ? പ്രോജക്ട് റിപ്പോർട്ട് ഉടനെ തയ്യാറാക്കിക്കൊള്ളൂ. ഹലോ സാർ. വരാൻ പറയൂ. അവനാ അച്ചൂട്ടി. എന്തിനാ എന്നെ വിളിച്ചേ? എന്നാ ഞങ്ങളങ്ങോട്ട്. കസ്റ്റംസ് ഓഫീസർ അലക്സ് ജോസഫ്, അവനെ എനിക്ക് വേണം. എന്റെ 2 കണ്ടെയ്നറുകളാണ് അവൻ കസ്റ്റഡിയിലെടുത്തത്. എനിക്ക് നഷ്ടപ്പെട്ടത് കോടികളാണ്. അതിലുമുപരി എന്റെ ബിസിനസ് ഡീലിംഗ്സ്. അവനെ കാണാൻ ലക്ഷങ്ങളുമായി അപ്പൂട്ടൻ നായർ അയച്ചതാ ഞാൻ. പക്ഷേ ഒന്ന് കാണാൻ പോലും അവൻ തയ്യാറായില്ല. വീറും വാശിയുമുള്ള ചെറുപ്പക്കാർ അവരെന്നും എനിക്ക് ഹരമാണ്. എനിക്കവനെ കണ്ടേ പറ്റൂ. അപ്പൂട്ടൻ നായരെ,
രാജ്യസ്നേഹിയായ ഒരു പൗരനോട് ഒന്നും പെരുമാറരുത്. കള്ളക്കടത്തുകാരെയും അധോലോക നായകന്മാരെയും വേട്ടയാടി കൽത്തുറുങ്കിലടയ്ക്കുന്ന കസ്റ്റംസ് ഓഫീസറുടെ വെളുത്ത കുപ്പായത്തിൽ വീരശൃംഖല പതിപ്പിക്കേണ്ടതിന് പകരം ചോരപ്പൂക്കൾ വിതറുന്നു. കഷ്ടം. മൈ ഡിയർ ഓഫീസർ, കോടികൾ വിലയുള്ള എന്റെ 2 കണ്ടെയ്നറുകളാണ് നീ കസ്റ്റഡിയിലെടുത്തത്. അത് നഷ്ടപ്പെട്ടതിൽ എനിക്ക് ദുഃഖമില്ല. പക്ഷേ എന്റെ ബിസിനസ് സർക്കിളിൽ നീ സൃഷ്ടിച്ച ബ്ലാക്ക് സ്പോട്ട് അതെന്റെ ഹൃദയത്തിൽ ഒരിക്കലും ഉണങ്ങാത്ത മുറിപ്പാടാണ്. അതൊക്കെ പോട്ടെ, കോടതിയിൽ എനിക്കെതിരെ ഒരു സാക്ഷിമൊഴി ഉയരാൻ പാടില്ല. ഞാൻ പറയുന്ന പോലെ അങ്ങ് ചെയ്താൽ നിനക്കും നിന്റെ തലമുറയ്ക്കും സുഖമായി ജീവിക്കാം. എന്താ? നോ, എന്റെ ശബ്ദം വിലയ്ക്ക് വാങ്ങാൻ നിനക്ക് കഴിയില്ല. എന്റെ ജീവൻ പോയാലും നിന്നെപ്പോലുള്ള രാജ്യദ്രോഹികൾ രക്ഷപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല. ഓ, അത്രയ്ക്ക് രാജ്യസ്നേഹോ? ഗുഡ്, വെരി ഗുഡ്. വീരചരമചക്രം കൊണ്ട് തൃപ്തിപ്പെടാനാണ് നിന്റെ വിധിയെങ്കിൽ അത് നടക്കട്ടെ. ബൈ, ഗുഡ് ബൈ. ഒരു ബ്രേക്ക് കൂടെ കൊണ്ടുപോകാനാ. വാള് കൊടുവാള് മാറിക്കടാ. നമസ്കാരം. ഓഡീഷനാണല്ലേ? അങ്ങനെ ചോദിച്ചേ. അല്ല, ഇപ്പോഴത്തെ കാലത്ത് കാശുണ്ടെങ്കിൽ മാത്രം മാറി വരാൻ പറ്റുള്ളേ. അതുകൊണ്ടാ ഇതൊരു മത്സരമായിട്ട് ആരും കാണരുത്. നന്നാവണൊരു നന്നായിക്കോട്ടെ ഉസ്താദേ, നമുക്കെന്താ കുഴപ്പം? അല്ല, നല്ലത് നായിക്ക് തരില്ലല്ലോ. ബില്ല് ഞാൻ നോക്കാം. 750 രൂപയോ? ഉസ്താദെ, ബില്ല് കറക്റ്റ് ആണോ നോക്കിയാൽ? അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല, എല്ലാം കറക്റ്റ്. മുളക് ഈ കണക്കിന് പോയ പെരയുടെ ആധാരം പറമ്പൂടെ പണയം വെക്കേണ്ടി വരുന്ന തോന്നണേ. അത് പൊട്ടിച്ചില്ലേ? ഈ കുണ്ടോണന്റെ ബാലൻസ് ഒന്നില്ലേ? ബാലൻസ് കൊടുത്തു. അത് പൊട്ടി. ഓക്കെ, ഗുഡ് നൈറ്റ്. കസേര ഇവിടെ വെച്ചിട്ട് പോടോ. ഓ, അല്ലെങ്കിൽ ഇത് ഉണ്ടായിട്ട് ഞാനും ഇത്ര ചോദിച്ചാ കയ്യിലുള്ള കാശ് ഒറ്റടിക്ക് തീർക്കാം. എടാ, നാളെ നമ്മള് ജീവിച്ചിരിക്കുന്നത് വല്ല ഉറപ്പുണ്ടോ? അങ്ങനെയാണ് നമുക്ക് ജീവിക്കാൻ പറ്റോ? ആകാശത്തിലെ പറവുകൾ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, എന്നിട്ട് അവന്മാര് ചുമ്മാ ലാവിഷായിട്ട് ഇങ്ങനെ ജീവിക്കില്ല. അത് പറവാ, ഇത് നമ്മള്. പറവയ്ക്ക് എന്തും ചെയ്യാം. പറവയുടെ കളി കൈവിട്ട കളി, നമ്മുടെ ഈ കളി തീക്കളി. അത് ഓർത്തോ? ഇത് കൊള്ളാമല്ലോ. ഒന്ന് കഴിയടാ. കൊള്ളാം കൊള്ളാം കൊള്ളാം. പിടി ഉസ്താദേ, മിണ്ടൻ ഒന്ന് കഴിയടാ. ആക്രാന്തം ആക്രാന്തം. പിടി പിടി. ഇല്ലേ ഓട്ടോടെ കാശ് തന്നിട്ട് പോണം. കാശോ? ഏത് കാശ്? ഓ, പോണാ കോപ്പ. പിടി 10 രൂപ. 10 രൂപയോ? മീറ്ററിൽ തന്നെ 40 രൂപയായി. ഞങ്ങള് മീറ്റർ മേടിച്ചില്ലല്ലോ. ബാക്കി പൈസ തരണം. പോടാ, തന്ന മേടിച്ചോണ്ടങ്ങ് പോയാ മതി. പാതിരാത്രി വരെ ലോകം മുഴുവൻ ചുറ്റിയിട്ട് എന്ത് വർത്തമാനാ പറയുന്നേ? ലോകം മുഴുവൻ ചുറ്റിയോ? എടാ മണിയാ, നമ്മള് സ്റ്റാൻഡിൽ നേരെ ഇങ്ങോട്ടല്ലേ പോന്നെ? ഇങ്ങോട്ട് വരുമ്പോ എവിടൊക്കെ പോയി? എവിടെയൊക്കെ പോയാടാ നമ്മള്? ഇങ്ങോട്ട് വന്നപ്പോ പട്ടണം ചാണ്ടയുടെ വീട്ടില് ഒരു 1 and half, ബ്രാൻഡി ഷാപ്പിൽ ഒരു 30 മിനിറ്റ്. അത്ര എനിക്ക് ഓർമ്മയുള്ളൂ. അല്ലേ? കാശെടുക്കണം. കണ്ടോ? കളിക്കണോ? ഇതിവിടുത്തെ സ്ഥിരം പതിവാ. നീ ഇത് കണ്ട് പേടിക്കൊന്നും വേണ്ട. വാ.
ഒന്ന് കിടക്കാൻ നോക്ക്. എന്താ ചേച്ചി? ടാങ്കിൽ വെള്ളമില്ല, കുറച്ച് വെള്ളം എടുക്കാന്ന് വിചാരിച്ചതാ. പൈപ്പിലും വെള്ളല്ലേ? വെള്ളമൊക്കെ ഉണ്ട്. അങ്ങോട്ട് നോക്ക്, അവന്റെ ഒരു നീരാട്ട്. എന്നും രാവിലെ ഇതാ അവന്റെ പരിപാടി. അവന്റെ കുളി കഴിയുന്നവരെ ആരെ കൊണ്ടും അവൻ വെള്ളം എടുപ്പിക്കില്ല. ഇവിടെ ആണുങ്ങൾ ആരുമില്ലേ? ഉണ്ടായിട്ടെന്താ? ആരാ അവനോട് ചോദിക്കാ? എങ്കിൽ എല്ലാവർക്കും കൂടെ പോലീസിൽ കംപ്ലൈന്റ് എഴുതി കൊടുത്തൂടെ? പോലീസ് എങ്കിൽ തീർന്നത് തന്നെ. പിന്നെ ഒരെണ്ണത്തിനെ അവൻ ഇവിടെ കിടത്തി പൊറപ്പിക്കില്ല. വെള്ളം എടുക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. മോളെ സിന്ധു, വേണ്ട. നിന്ന് ചൊറിയാതെ വെള്ളം ഒഴിയടാ. എടാ വെള്ളം ഒഴിക്കാൻ. ആരാടി വെള്ളം എടുക്കാൻ പറഞ്ഞേ? ചോദിച്ച കേട്ടില്ലേ? ഈ പൈപ്പ് നിങ്ങൾക്ക് കുളിക്കാൻ വേണ്ടി കോർപ്പറേഷൻ വെച്ചു തന്നാണോ? സ്ത്രീകൾ വെള്ളം എടുക്കുന്നിടത്തുനിന്ന് കുളിക്കാൻ നാണല്ലേ നിങ്ങൾക്ക്? നാട്ടുകാർക്ക് കുടിക്കാനുള്ള വെള്ളം ഇത്, അല്ലാതെ കണ്ടവർക്ക് വന്നിരുന്ന് കുളിക്കാനുള്ളതല്ല. നിങ്ങളൊക്കെ ആരെ പേടിച്ചോണ്ടാ നിൽക്കുന്നത്? വന്ന് വേഗം വെള്ളം എടുത്തോണ്ട് പോ. ഏതാ പെണ്ണ്? ഒരു ബീഡിതാ. എന്തൊക്കെ പറഞ്ഞാലും നീ ചെയ്ത് ശരിയായില്ല. എന്തും ചെയ്യാൻ മടിക്കാത്തവനവൻ. ഇങ്ങക്ക് ഇത് എന്തായി പോയിന്ന്? പിരാന്തുണ്ടോ? ഇതുവരെ മൂപ്പരെ മുഖത്ത് നോക്കിയിട്ട് ഒറ്റ കുട്ടി എതിർത്ത് വർത്താനം പറഞ്ഞിട്ടില്ല. ഇങ്ങള് സൂക്ഷിച്ചോളി. അയാൾ എന്ത് ചെയ്യുന്ന പറയുന്നത്? നിങ്ങളെപ്പോലുള്ളവര് പേടിച്ച് ഓച്ചാൻസ് നിന്നിട്ട് അയാൾ ഇവിടെ കിടന്ന് വിലസുന്നത്. ചോദിക്കാനും പറയാനും ആരും ഇല്ലാന്ന് വന്നാ ആർക്കാ ഗുണ്ടായിസം കാണിക്കാൻ പറ്റാത്തത്? നീ പറയുന്ന പോലെ അല്ല മോളെ. ഇവിടുത്തെ വലിയ വലിയ ആൾക്കാർക്കും പോലീസുകാർക്കും ഒക്കെ വേണ്ടപ്പെട്ടവനവൻ. ശരിയാട്ടോ, അവരൊക്കെ മൂപ്പര് വെച്ച് മുതലെടുക്കുക. ഇറങ്ങി വാടി. ഒരു മറ്റേടത്തെ മൈസ്ട്രേറ്റ് വന്നിരിക്കുന്നു. നാളെ നേരം വിളക്കുന്നതിന് മുമ്പ് ഇവിടുന്ന് ഇറങ്ങിക്കോണം. അല്ലെ അടിച്ച് പൊളിക്കുന്നതല്ല. എന്റെ കുളി മുടക്കാൻ നീ ആരടി? മര്യാദക്ക് നിന്നില്ല, നിന്റെ കുളി ഞാൻ മുടക്കും. നീ കോർപ്പറേഷനാണ്, ഞങ്ങള് മുനിസിപ്പാലിറ്റി. ചന്ത ചന്ത പൂലൻ ദേവി. മോളെ നീ അവിടെ ഇരിക്കും. അവനൊരു കുടിയനാ. അവനെന്തെങ്കിലും പറഞ്ഞെന്ന് വിചാരിച്ച് നീ അവിടെ ഇരിക്കും. എന്താണോ ഒക്കെ ചത്തോ?